Hari Om children. Hope you all are fine. എല്ലാവരും വീട്ടിൽ അടങ്ങിയിരിക്കല്ലേ? അനാവശ്യമായി ആരും വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്. അഥവാ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാസ്ക് ധരിക്കണം. മാസ്ക് ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങരുത്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചതല്ല, എല്ലാവരും പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? ഓർക്കുന്നുണ്ടോ? ഇൻസൈഡ്, ഔട്ട്സൈഡ്, ബിഗർ, സ്മോളർ, ബിഗസ്റ്റ്, സ്മോളസ്റ്റ്. എല്ലാവരും പഠിച്ചെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. എല്ലാവരും നോട്ട്സ് എഴുതിയോ? നോട്ട്ബുക്കിൽ എഴുതിയോ? ടീച്ചർ ഋത്വിക്കിന്റെ നോട്ട് കണ്ടു. ഋത്വിക്ക് നല്ല വൃത്തിയായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും അതുപോലെ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. കേട്ടല്ലോ? ഇന്ന് നമ്മള് പുതിയ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. സോ ടുഡേ we can learn new things. So the first one is top, bottom. So first one, top, bottom. Looking at the top, bottom, top, bottom. Observe this picture carefully. The bird is at the top. The dog is at the bottom. നോക്കിക്കേ, ബേർഡ് എവിടെയാണ് ഇരിക്കുന്നത്? ടോപ്പ്, മുകളിലാണ് ഇരിക്കുന്നത്. ഡോഗ് എവിടെയാണ് ഇരിക്കുന്നത്? ബോട്ടം, താഴെയാണ് ഇരിക്കുന്നത്. In this picture, the cat is at the bottom of the stairs. The dog is at the top of the stairs. നോക്കിക്കേ, ഈ പടത്തില് പൂച്ച എവിടെയിരിക്കുന്നത്? സിറ്റിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്റ്റെയർസ്. സ്റ്റെയറിന്റെ താഴെയാണ് പൂച്ച ഇരിക്കുന്നത്. ദ ഡോഗ് ഇസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റെയർസ്. ഡോഗ് എവിടെയിരിക്കുന്നത്? ടോപ്പ്, മുകളിൽ, സ്റ്റെയർസിന്റെ മുകളിലാണ് ഡോഗ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് നിയറർ, ഫാർദർ. സെക്കൻഡ് വൺ, നിയറർ. Look here. Nearer, nearer, farther, nearer. Observe the picture carefully. The crow is nearer to the tree and the pigeon is farther from the tree. നോക്കിക്കേ, കാക്ക എവിടെയാണ്? ട്രീയുടെ അടുത്ത്, നിയറർ, അടുത്ത്. പിജിയനോ? ഫാദർ ഫ്രം ദ ട്രീ, മരത്തിൽ നിന്നും ദൂരെയാണ് ആര്? പിജിയൻ. നിയററിൽ ആരാണ്? ക്രോയാണ്. ഫാർദറില് പിജിയൻ. In this picture, the dog is nearer to the house. Elephant is farther to the house. നോക്കിക്കേ, ഈ പടത്തില് ആരാണ് വീടിന്റെ അടുത്ത് നിയറർ ആയിട്ടിരിക്കുന്നത്? അടുത്തിരിക്കുന്നത് ആരാണ്? ഡോഗ്. ദൂരെ, ഫാർദറിൽ ആരാണ്? ദൂരെ ആരാണ്? എലിഫന്റ്. Next is nearest, farthest. Third one, nearest, farthest, nearest. In this picture, the dog is nearest to the tree. മരത്തിന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ആരാണ്? ഡോഗ്. In this picture, the crow is farthest from the tree. മരത്തിന്റെ അടുത്ത് നിന്ന് മരത്തിൽ നിന്ന് ദൂരെയുള്ളത് ആരാണ്? ക്രോ, കാക്കയാണ് മരത്തിൽ നിന്ന് ഏറ്റവും ദൂരെ, ഫാർദസ്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ്, ഓൺ, അണ്ടർ, എബവ്, ബിലോ. ഓൺ, അണ്ടർ, above, below. On, under, above. Observe this picture carefully. വളരെ ശ്രദ്ധിച്ച് പടത്തിലോട്ട് നോക്കിക്കേ. The table is below the fan. ടേബിൾ എവിടെയാണ്? ഫാനിന് ബിലോ. ബിലോ എന്ന് വെച്ചാൽ താഴെ. The table is below the fan. ഫാനിന് താഴെയാണ് ടേബിള്. The fan is above the table. ഫാൻ എവിടെയാണ്? ടേബിളിന്റെ എബവ്. എബവ് എന്ന് വെച്ചാൽ മുകളിൽ. ബിലോ എന്ന് വെച്ചാൽ താഴെ. എബവ് എന്ന് വെച്ചാൽ മുകളിൽ. The table is below the fan. The fan is
above the table. The book is on the table. The bag is under the table. ബുക്ക് എവിടെയാണ്? The book is on the table. ടേബിളിന്റെ പുറത്താണ് ബുക്ക്. The book is on the table. ടേബിളിന്റെ പുറത്താണ് ബുക്ക്. The bag is under the table. ബാഗ് എവിടെയാണ്? Under the table. ടേബിളിന്റെ അടിയിൽ. ബുക്ക് on the table. ടേബിളിന്റെ മുകളിലും ബാഗ് under the table. ടേബിളിന്റെ അടിയിലും. Shapes around us. Now I am going to show you some shapes around us. So the first shape is square. First shape is square. The first shape is square. Now look at this. This is a square. This is a square. Now second shape. Second shape is circle. Circle. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം circle. So this is a circle. This is a circle. The third one is rectangle. Rectangle. So this is a rectangle. ഇതാണൊരു rectangle. So the fourth one is oval. Fourth one is oval. So this is a oval shape. This is oval shape. Now next is triangle. So this is a triangle. This is a triangle. Can you see the triangle? This is a triangle. Now next is semicircle. This is a semicircle. Semicircle means half of a circle. ഒരു സർക്കിളിന്റെ പകുതിയാണ് semicircle. Next shape is diamond. D-I-A-M-O-N-D. Diamond. This is diamond shape. This is diamond shape. Now next is star. Star. This is a star. Kando star undo. Now which are the shapes? Square, then circle, then rectangle, then oval shape, then triangle, then semicircle, then diamond. The next is star. Now I am going to show you some examples. Shape of this clock is like a circle. Clockന്റെ shape എന്താണ്? Circle. The shape of this carom board is like a square. Carom boardന്റെ shape എന്താണ്? Square. The shape of this photo frame is like a rectangle. ഈ photo frameന്റെ shape എന്താണ്? Rectangle. The shape of this egg is like an oval. എഗ്ഗിന്റെ shape എങ്ങനെയാണ്? It is oval shape. The shape of this mountain is like a triangle. ഈ മൗണ്ടന്റെ shape എന്താണ്? Triangle shape ആണ്. There are many stars in the sky. സ്കൈയില് രാത്രിയാകുമ്പോൾ ഒത്തിരി സ്റ്റാർസിനെ നിങ്ങൾക്ക് കാണാലോ. അതുപോലെ ക്രിസ്മസിനൊക്കെ എല്ലാ വീട്ടിലും സ്റ്റാർ ഇടാറുണ്ട്. അപ്പൊ സ്റ്റാറിന്റെ ഷേപ്പ് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാലോ. സെമി സർക്കിൾ. 2 semicircles make a circle. 2 semicircle ചേരുമ്പോ എന്താവും? ഒരു സർക്കിൾ ആവും. ഡയമണ്ട്. The shape of this kite is like a diamond. നോക്കിക്കേ, ഈ പട്ടത്തിന്റെ ഷേപ്പ് എന്താണ്? പട്ടത്തിന്റെ ഷേപ്പ് ഡയമണ്ട് ഷേപ്പ് ആണ്. Now hope you all understand today's portion. നിങ്ങൾക്ക് ഇന്നത്തെ പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So notes will be sent through WhatsApp.
Let us meet in next class. Until then, bye.